ഒരു ടീച്ചർ അയച്ച മെസ്സേജാണ്. ഡോക്ടർ ജയരാജിൻ്റെ ഡോട്ടർ സ്റ്റഡീഡ് ഇൻ അവർ സ്കൂൾ അമൃത. ദ ചൈൽഡ് വാസ് ഇൻ SPC, സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് ആയിരിക്കും. ഐ ഹാവ് ടേക്കൺ യോഗ ക്ലാസ് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ സംവാദം കാണുന്നവരപ്പം തന്നെയാണ് പ്രതികരിക്കുന്നത്. ശ്രീ എൻ ശ്രീകുമാർ, CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെ 2 അംഗങ്ങളെയാണ് ഇന്നലെ പൂട്ടിവെച്ചത് അല്ലേ? അതിനുശേഷം ഈ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പുറത്തു വന്ന അരിശം കൊണ്ടത് മാധ്യമങ്ങളോട് ആണ്. ആ ചിത്രീകരിച്ചതാണ് വലിയ പ്രശ്നം. ഇതെല്ലാം പുറത്തറിഞ്ഞതിലുള്ള ജാള്യത, അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം, അത് നോക്കൂ, എത്ര മോശമായിട്ടാണ് സംസാരിച്ചതെന്ന് അറിയാലോ അല്ലേ? ഇതൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംസ്ഥാന നേതൃത്വം മുഖവിലക്കെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ജയരാജ് പറയുന്നത് അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു വ്യവസ്ഥ ഇപ്പോൾ പാർട്ടിയിലുണ്ടോ? നമ്മുടെ MA ജോൺ പണ്ട് പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ട്, അച്ചടക്കം അടിമത്തമല്ല. ഇന്നത് CPM-ലാണ് നമ്മൾ കാണുന്നത്. കാരണം അച്ചടക്കം എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും കാലം അച്ചടക്കത്തിന്റെ പേരിൽ പലരും വീട്ടിലിരുന്നു. നിങ്ങൾ നോക്കൂ, ഒരു മഹിളാ നേതാക്കളാണ് പാർട്ടിക്കെതിരെ കൊടിയുമായി രംഗത്ത് വരുന്നത്. എന്താ ആർജവത്തോടെയാണ് ഇന്ന് CPM-ന്റെ മഹിളാ നേതാവ് പ്രതികരിച്ചത്? അവരെ വിലക്കാൻ ശ്രമിക്കുന്ന CPM നേതാവരുടെ അവർ പറയുന്ന വാക്കുകൾ അവരുണ്ട്, അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവിടെ എന്താ പ്രശ്നം? നമ്മൾ അടുത്ത കാലത്തെ ചില കാര്യങ്ങൾ മാത്രം എടുക്കാം. അത് പാർട്ടി ഒരു നയം എടുത്താൽ ആ നയം പാർട്ടി പാലിക്കണം. ഇവിടെ നോക്കൂ, കേരളത്തിന്റെ വിഷയത്തിൽ പാർട്ടി എന്ത് നിലപാടാണ് എടുത്തത്? ഇപ്പൊ കേരളയിൽ എവിടെയാ? അതൊക്കെ പോട്ടെ, ഈ അവസാന കാലത്ത് ജലവിമാനം ഉണ്ടല്ലോ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ ജലവിമാനം കൊണ്ടുവന്നപ്പോൾ മത്സ്യസമ്പത്ത് നശിക്കുമെന്ന് പറഞ്ഞ CPM ഇപ്പൊ ആ ജലവിമാനം കൊണ്ടുവന്നിട്ട് അതിന് മന്ത്രി റിയാസ് പറഞ്ഞ പ്രതികരണം എന്താ? ഇത് ജനാധിപത്യ ജലവിമാനമാണെന്ന്. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന പാർട്ടി പ്രവർത്തകരെ അവർക്ക് പരിഹാസവും പുച്ഛവും തോന്നുന്നു. അപ്പൊ അവർ പ്രതികരിക്കും. ആ 2 കാരണമുണ്ട്. ഒന്ന്, പഴയ കാലത്ത് പാർട്ടി പത്രം മാത്രമേ അവർ വായിച്ചിരുന്നുള്ളൂ, ഉണ്ടെങ്കിൽ തന്നെ മറ്റു പത്രങ്ങൾ വായിക്കാൻ കിട്ടാറുണ്ടായിരുന്നില്ല, അഥവാ അതിനുള്ള പണം ഉണ്ടായിരുന്നില്ല, വേണ്ടത്ര അക്കാലത്ത് പത്രവായനക്കാർ പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് നോക്കൂ, ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എല്ലാം അറിയുന്നുണ്ട് പാർട്ടി പ്രവർത്തകർ. ആ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഒന്നും നിഷേധിക്കാൻ പറ്റില്ല. അതായത് നിഷേധിച്ചാൽ തന്നെ അവർ ആ സോഷ്യൽ മീഡിയ പരതുമ്പോ ശരിയാന്ന് തോന്നും. ഇപ്പൊ MP രാജേഷ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മന്ത്രി, അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങള്, AK ബാലൻ പറഞ്ഞ കാര്യങ്ങള്, ഇതൊക്കെ അവർ പിറ്റേന്ന് തിരുത്തി. പക്ഷെ അത് പാർട്ടി പ്രവർത്തകര് പഴയ കാലത്തെ ഒരു 2 ദിവസം മുമ്പുള്ള സോഷ്യൽ മീഡിയ യൂട്യൂബ് എടുത്ത് തിരയുകയാണ്. അപ്പൊ അവർക്ക് സത്യം മനസ്സിലാകുന്നു. അപ്പൊ ഇങ്ങനെ സത്യം മനസ്സിലാകുമ്പോൾ പരസ്യമായി പ്രതികരിക്കുകയാണ്. എന്ത്? പാർട്ടി, ഞങ്ങളുടെ പാർട്ടിയെ നേരെയാക്കാൻ ഞങ്ങൾക്കാകും എന്ന് പറഞ്ഞ പഴയ കാലത്ത് ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസ്, ആ കാലം പോയി. ഇന്ന് ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ ഞങ്ങൾ തന്നെ ചോദിക്കും. അതാണെന്ന് കൊല്ലത്ത് കരുനാഗപ്പള്ളി കണ്ടത്. അങ്ങനെ പാർട്ടി മാറി. ഈ പാർട്ടി മാറി, പക്ഷേ പഴയകാല നേതാക്കൾ മാറിയില്ല. അവര് ശ്രീ പാണ്ഡ്യാല ഷാജി പറയുന്ന പോലെ അവരിപ്പോഴും പഴയ സ്കൂളിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞ പാർട്ടി പ്രവർത്തകർ അനുസരിക്കുന്നതാണ്. അവരനുസരിക്കില്ല. അനുസരിക്കുമായിരുന്നെങ്കിൽ കൊഴിഞ്ഞമ്പാറയിൽ ബദൽ സമ്മേളന കൊടി ഉയരുമായിരുന്നില്ല. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 അസംബ്ലി, ഒരു പാർലമെന്റ്, വയനാട് തെരഞ്ഞെടുപ്പ് നടന്നു. പാർട്ടി എന്താ പറഞ്ഞേ? വിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം എന്താ? ചേലക്കര ജയിച്ചു. ഇത് പാർട്ടി പ്രവർത്തകർ കാണുകയല്ലേ? കാരണം വയനാട് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. 7 അസംബ്ലി മണ്ഡലങ്ങളിൽ 3 LDF ആ. മാനന്തവാടി, തിരുവമ്പാടി, നിലമ്പൂര്. അതിൽ നിലമ്പൂര് അൻവർ ഇങ്ങോട്ട് മാറി, എന്നാലും അവിടെ ജയിച്ചത് LDF ആണല്ലോ. മന്ത്രി കേളുവിന്റെ മണ്ഡലമാണ് തിരുവമ്പാടി. ഈ 7 മണ്ഡലങ്ങളിലും വോട്ട് ഇത്തവണ CPM-ന് കുറഞ്ഞ് കോൺഗ്രസിന് കൂടി. അപ്പൊ അത് ഭരണവിരുദ്ധ വികാരമല്ലേ? ആ 7 അസംബ്ലി മണ്ഡലങ്ങളിലെ ചുരുങ്ങിയത് 3 പാലക്കാടാകുമ്പോ 4 ആയില്ലേ? അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചേലക്കരയിൽ ജയിച്ചു എന്ന് പറഞ്ഞിട്ട്, അല്ല അത് പറയാം, ചേലക്കരയിൽ ജയിച്ചു എന്ന് പാർട്ടി പറയുകയാണ്. പക്ഷെ പത്രം വായിക്കുന്ന പ്രവർത്തനം ചോദിക്കുകയാണ്, അപ്പൊ തിരുവമ്പാടിയിലോ, അപ്പൊ നിലമ്പൂരോ, അപ്പൊ മാനന്തവാടിയിലോ എന്ന് ചോദിക്കല്ലേ? അത് വേറൊരു കാര്യം. ചേലക്കരയില് 39,000 വോട്ടിൽ നിന്നും 27,000 വോട്ട് കുറഞ്ഞ് 12,000 വോട്ടിനാണ് ജയിച്ചത്. എന്നിട്ട് പറയാം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് ഇവരെ മടുത്തു എന്നുള്ളതാണ് അതിന്റെ സത്യം. അത് മാത്രമാണ്. ഇന്നൊരു വാർത്ത കണ്ടു, ശരിയാണെന്ന് എനിക്കറിയില്ല, ചാനലിൽ കണ്ടതാണ്. കാപ്പ ചുമത്തിയ ഒരാളെ പാർട്ടിയുടെ ഏതൊരു കമ്മിറ്റിയിൽ എടുത്തു എന്ന്. അതെ, ശരിയാണ്. അപ്പൊ അതാണ് ഈ പാർട്ടി
അതെ. അപ്പൊ അങ്ങനെ അതൊക്കെ കാണുന്ന പ്രവർത്തകരല്ലേ ഇത്. അപ്പൊ അവരാലോചിക്കും, ഞങ്ങൾ എന്തിനീ കൊടി പിടിച്ച് നടക്കുന്നു. ഇവിടെ ശ്രീ ജയരാജ് ചർച്ച ചെയ്ത് പോയി. അദ്ദേഹം ചോദിച്ചു കോൺഗ്രസിന് സമ്മേളനം നടത്താൻ പറ്റുന്നുണ്ടോന്ന്. കോൺഗ്രസിന്റെ സമ്മേളന രീതി ഇങ്ങനെ അല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. ബ്രാഞ്ച്, ലോക്കൽ ഏരിയ, ജില്ല, സംസ്ഥാനം എന്ന് പറഞ്ഞു പോവുകയും അവസാനം എവിടെ ജനാധിപത്യമുള്ളത്? തിരഞ്ഞെടുക്കപ്പെട്ടയാളെ വെട്ടിമാറ്റിയിട്ട് തോറ്റയാളെ പാർട്ടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ജനാധിപത്യ സംവിധാനമാണ് CPM-ലുള്ളത്. കഷ്ടപ്പെട്ട് ജയിച്ച ഒരാളെ നിങ്ങൾ മാറി നിൽക്ക്, തോറ്റയാൾ വരട്ടെ, അവിടെ വിഭാഗീയത ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് CPM. പണ്ട് അവിടെ ഉള്ളില് ബഹളം വെച്ചിരുന്നു. ഇന്ന് ഉള്ളിലല്ല ബഹളം വെക്കുന്നേ. ഉള്ളില് ബഹളം വെച്ചാൽ ആരാ കേൾക്കുന്നത്? ഈ ശ്രീ പിണറായി വിജയൻ നേരിട്ട് പങ്കെടുത്ത 14 ജില്ലകളിലെ പാർട്ടി സമ്മേളനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിമാരെ ഇന്നുള്ളത്. ആ സെക്രട്ടറിമാർ ശ്രീ പിണറായി വിജയൻ പറഞ്ഞതല്ലേ കേൾക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ സെക്രട്ടറിമാർ വെക്കുന്ന ഏരിയ ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ കാര്യമൊക്കെ അവർക്ക് അങ്ങനെയല്ലേ വരുള്ളൂ. ഇവിടെ ശ്രീ PR വസന്തനെ കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ പല ചർച്ചകളും പറഞ്ഞൊരു പേരാണ് PR വസന്തൻ. PR വസന്തനും പ്രദീപും ആയിരുന്നു പഴയ DYFIയുടെ സംസ്ഥാന നേതാക്കള്. അതെ, DYFIയുടെ. അന്ന് വസന്തൻ VS-ന്റെ ഗ്രൂപ്പ് ആയതുകൊണ്ട് അദ്ദേഹത്തെ തഴഞ്ഞു. ഇപ്പുറത്തെ അദ്ദേഹം തഴയപ്പെട്ടു. ആ വസന്തൻ എവിടെ എന്നൊരു ചോദ്യം പലപ്പോഴും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പിന്നീട് ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പൊ പിണറായി ഗ്രൂപ്പ് ആണെന്നുള്ളത് ശ്രീ ഷാജി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് പാർട്ടി അങ്ങ് മാറുകയാണ്. അതെ, പാർട്ടി മാറ്റുക. അപ്പൊ പാർട്ടി അങ്ങനെ മാറുമ്പോൾ ഈ പ്രവർത്തകർ ചോദിക്കും. പ്രവർത്തകർ ഒരു കാലത്ത് VS-ന്റെ ഗ്രൂപ്പിൽ നിന്ന പ്രവർത്തകര് അക്കാലത്ത് VS എന്താണോ പറഞ്ഞിരുന്നത് അത് ശരിയാണെന്ന് തോന്നുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും എന്തുകൊണ്ടാണ്? പാർട്ടി വികാരം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കണ്ണനെ കേരള VS എന്നവർ മുദ്രാവാക്യം വിളിച്ചത്. അതുകൊണ്ടാണ് കോട്ടയം സമ്മേളനത്തിലെ പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ ഒരു മഴയത്ത് VS അച്യുതാനന്ദൻ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? കള്ളു കുടിച്ച പള്ളയെ കിടക്കണമെന്ന്. അപ്പൊ ഇതൊക്കെ ഒരു കാലഘട്ടത്തിനാണ് ആ പാർട്ടി. ഇന്നിപ്പോ അങ്ങനെ ഇല്ല. ഇന്ന് ആരും തയ്യാറുമില്ല. അങ്ങനെ മുദ്രാവാക്യം വിളിച്ചു വരാൻ ആരും തയ്യാറുമില്ല. അതാ ഞാൻ പറഞ്ഞത്, പാർട്ടി എന്താണോ പറയുന്നത് അത് നടപ്പാക്കാൻ പാർട്ടിക്ക് പറ്റുന്നില്ല. പകരം എന്താണ്? അന്നന്ന് കാണുന്നത് നയമാക്കുകയാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ എല്ലാ അവസാനത്തെ ഉദാഹരണങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിലെ 2 പത്രങ്ങൾക്ക്, മുസ്ലിം താല്പര്യമുള്ള 2 പത്രങ്ങൾക്ക് അവർ പരസ്യം കൊടുത്തു. പാർട്ടി പത്രത്തിൽ പരസ്യമില്ല. ഇത് സോഷ്യൽ മീഡിയ വന്നോ, TV ചാനലിൽ വന്നോ, മറ്റു പത്രങ്ങളിൽ വന്നോ. അപ്പൊ പ്രവർത്തകർ ചോദിക്കുകയാണ്, അല്ല സഖാവേ, ഞങ്ങൾ വരുത്തുന്ന പാർട്ടി പത്രത്തിൽ ഞങ്ങൾ പഠിക്കേണ്ട അല്ലാത്ത എന്ത് കാര്യമാണ് മറ്റു പത്രങ്ങളിൽ നിങ്ങൾ കൊടുത്തത് എന്നൊരു ചോദ്യം വരികയാണ്. അതിന് പാർട്ടിക്ക് ഉത്തരവുണ്ടോ? ഇല്ല. ഇനി ഈ 3 ഉപതെരഞ്ഞെടുപ്പ് സമയത്തും പാർട്ടിയുടെ മുഖപത്രത്തിൽ പാർട്ടി സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ആ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ അടുത്ത ദിവസങ്ങളിൽ ഒരു ലേഖനം എഴുതിയില്ല. എന്താ എഴുതാതിരിക്കാൻ കാരണം? പാർട്ടിക്ക് നയമില്ല. പാർട്ടിക്ക് നയമുണ്ടെങ്കിലേ ലേഖനം എഴുതാൻ പറ്റുള്ളൂ. പാലക്കാട്ട് സരിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് എഴുതിയാൽ അത് രേഖയായി കിടക്കും. അപ്പോൾ ചോദിക്കും, പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും മോശമായ പ്രതികരണങ്ങൾ നടത്തിയെന്ന് ആരോപണമുള്ള ഒരാളല്ലേ കോൺഗ്രസിൽ നിന്ന് വന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ലേഖനമേ വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിനെ ഞാൻ പറയുന്നില്ല. കാരണം അത് ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിലെ PT കുഞ്ഞുമുഹമ്മദ് ജയിച്ചതും അതുപോലെ തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പിലെ മത്തായി ചാക്കോ മരിച്ചപ്പോൾ ജോർജ് തോമസ് ആണെന്ന് തോന്നുന്നു അദ്ദേഹം ജയിച്ചതൊക്കെ നമുക്ക് അറിയാം. അന്നൊക്കെ ഇവരുടെയൊക്കെ ജമാഅത്തിന്റെ പിന്തുണ 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2000 കൃത്യമായി ഓർമ്മയില്ല. അന്ന് ജമാഅത്തിന്റെ പിന്തുണ ഈ CPM-നായിരുന്നു. അപ്പൊ അതൊക്കെ പ്രവർത്തകർ കാണുകയും വായിക്കുകയും ചെയ്യുന്നു. അതായത് അതേ ഞാൻ പറഞ്ഞത്, പഴയ കാലത്തെ അടിസ്ഥാന വർഗത്തിന് വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ഇന്ന് ആരാണ് വരുന്നത്? ഇന്ന് പഠിച്ച് പാസ്സായി വിവരമുള്ള വിദ്യാഭ്യാസമുള്ള പാർട്ടി പ്രവർത്തനത്തിലുണ്ട്. അപ്പൊ അവര് ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ഇത് നമ്മൾ പൊട്ടിത്തെറി ഓരോ ദിവസം കൊടുക്കേണ്ട കാര്യമില്ല. പാർട്ടി പൊട്ടിത്തെറിയല്ല സംഭവിക്കുന്നത്, പാർട്ടി പുകയുകയാണ്. പാർട്ടിക്കുള്ളിൽ പുകച്ചിലാണ്. അത് നീറി ഈ ഉമി നീറിയിട്ട് ഉമിക്കരി ഉണ്ടാവില്ലേ? അതുപോലെ നീറി ഉമിക്കരി ഉണ്ടാകുന്നത് പോലെ ഈ പാർട്ടി പുകഞ്ഞ് നീറി ആ പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാകും. അത് മനസ്സിലാക്കാൻ പാർട്ടിയിലെ ചിലർക്കൊക്കെ കഴിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ മൗനം പാലിക്കുന്നത്. അവർ മിണ്ടുന്നില്ല. അവർ ഒരുപക്ഷെ അവരെ മാറി പോവാതിരിക്കാം. ഞങ്ങളായിട്ട് ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നവർ സ്വയം തീരുമാനിച്ചു. ഇപ്പൊ സുധാകരനെ ഒരു ഏരിയ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന് ഇപ്പൊ വാർത്ത വരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സുധാകരൻ 3-4 കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിനോടുള്ള അപ്പൊ ആലപ്പുഴത്തെ പാർട്ടി പ്രവർത്തകര് സുധാകരനൊപ്പം നിൽക്കുമോ എന്നുള്ളതാണ്, അതോ വേറെ ആർക്കൊപ്പം നിൽക്കുമെന്നുള്ള ചോദ്യം വരികയാണ്.
അവിടെ സുധാകരനൊപ്പം നിൽക്കുമെന്ന് പറയാൻ കാരണം സുധാകരൻ ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ സത്യം വിളിച്ചു പറയുന്ന ഒരു വിഭാഗമാണ് നമ്മൾ ഇന്ന് കരുനാഗപ്പള്ളിയിൽ കണ്ടതും ഒഴിഞ്ഞമ്പാറയിൽ കണ്ടതും കുട്ടനാട് കണ്ടതും ഒരു പരിധി വരെ ചില കായംകുളത്തിന്റെ ചില ഭാഗങ്ങളിൽ കണ്ടതും. ഓക്കെ.